രാജാക്കാട് ടൗണിലെ ചെളിക്കുഴി അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. റോഡിൽ വാഴ നട്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി രാജാക്കാട് ടൗണിന്റെ മധ്യഭാഗത്തായി ടാറിങ് ഇളകിപ്പോയി കുഴി രൂപപ്പെട്ട അവസ്ഥയിലാണ്. രാജാക്കാട് മുതൽ പൂപ്പാറ വരെ BMBC നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന റോഡിൽ രൂപപ്പെട്ട കുഴിയടയ്ക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് യാതൊരുവിധ നടപടികളും നാളിതുവരെ കൈക്കൊണ്ടിട്ടുമില്ല. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജാക്കാട്ടിൽ ശക്തമായ മഴ പെയ്തതോടെ ടൗണിലെ കുഴിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ബൈക്ക് ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് റോഡിലെ കുഴി വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. ഇതിനു പുറമെ വാഹനങ്ങൾ പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിക്കുന്ന അവസ്ഥയുമുണ്ട്. ടൗണിലെ കുഴി എത്രയും വേഗം അടച്ച് ഗതാഗതം സുഗമമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. റോഡിലെ കുഴിയിൽ വാഴ നട്ടുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാസങ്ങളായിട്ട് ഇവിടെ റോഡാകെ ശോചനീയ അവസ്ഥയിൽ കിടക്കുകയാണ്. ഇവിടെ റോഡിന്റെ അതായത് നമ്മുടെ പൂപ്പാറ രാജാക്കാട് റോഡിന്റെ സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഒരു റോഡിൽ ഒരു കുഴി ഗർത്തം കൊണ്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലെ വാഹനങ്ങൾക്ക് പോകുവാനോ ആളുകൾക്ക് സുഖമായി യാത്ര ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയാണ്. ഈ കുഴിയിൽ മൊത്തം വെള്ളം കെട്ടിക്കിടന്നതിന് ശേഷം ഇതിലെ വണ്ടികൾ പോകുമ്പോൾ ഇവിടെ കടക്കാർക്കും ആളുകൾക്കും ശല്യമാകുന്ന രീതിയിൽ വെള്ളം തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയുടെ അല്ലെങ്കിൽ ഉടുമ്പൻചോലയുടെ MLA MM മണി ഇതിലെ തേറെപ്പാട് ഒരാഴ്ച 10 പ്രാവശ്യം നടക്കുമ്പോഴും ഈ കുഴി കണ്ടില്ല എന്ന് പറയുന്നത് വളരെ ശോചനീയം തന്നെയാണ്. തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന CPM ഇവിടെ ഭരിക്കുന്ന 2ാം ടൈമിൽ ഭരിച്ചിട്ടും ഇവിടെ റോഡൊന്ന് നന്നാക്കുവാനോ ഇവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ തയ്യാറാകാതെ ഇത് തേറെപ്പാട് നടക്കുന്ന MLA ഈ കാര്യത്തിൽ ഇടപെട്ട് പെട്ടെന്ന് ഈ റോഡിന് തീരുമാനം ഉണ്ടാക്കണം. ഇവിടുത്തെ PWക്കാരാണ് ചെയ്യേണ്ടത്. അവർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതല്ല. ഇവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞത് ഇവിടെ ഇതിന്റെ റോഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉദ്യോഗസ്ഥരാരുമില്ലെന്നാണ്. 1.5 മാസമായിട്ട് ഇതിന്റെ സമരപരിപാടികളുമായി ഞങ്ങൾ അവരെ ബന്ധപ്പെടുകയും ഈ റോഡിന് വേണ്ട തീരുമാനങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുകയും ചെയ്തിട്ട് ഇതുവരെയും PW ഉദ്യോഗസ്ഥരോ ആളുകളോ ഇതുവരെ വന്ന് നോക്കുവാനോ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാനോ തയ്യാറാകുന്നില്ല. തങ്കച്ചൻ പുളിക്കൽ, CG നന്ദകുമാർ, ശശി, അനീഷ് പുത്തൻപുരയ്ക്കൽ, അലിയാർ, പാപ്പച്ചൻ ഒട്ടലാങ്കൽ, കുര്യൻ, വിശാഖ്, ബേസിൽ മൂലങ്കുഴി, ഡയോൺ പുൽപ്പറമ്പിൽ, റോബിൻ ചാക്കോ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് രാജാക്കാട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിന്നിൽ തിളങ്ങും സൂര്യസ്വർണ്ണമേ. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ.